വിത്ത് മുളച്ചുണ്ടായ ലോങ്ങന്റെ കഥ ഞാൻ പറഞ്ഞിരുന്നില്ലേ. നമ്മൾ പ്ലാന്റ് ചെയ്ത് അവിടെ സ്ട്രോങ് ആയിട്ട് വളരുന്നുണ്ട്. രാവിലെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ഉപ്പ കാളകളെയും കൊണ്ട് കുളിപ്പിക്കാൻ പോകുന്ന തിരക്കിലാണ്. നിനക്ക് കുറേ ജോലി ചെയ്യാനില്ലേ, അപ്പൂസിനെ ഞാൻ കൊണ്ടുപോയിട്ട് ഫുഡ് കൊടുക്കാന്ന് ചെറിയ കഞ്ഞിയൊക്കെ കുടിച്ച് വീട്ടിൽ വന്നപ്പോഴേക്ക് അമ്മാവനൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അമ്മാവന്റെ വീട്ടിലേ കല്യാണം ഉണ്ട്, നമ്മളെ കല്യാണം ക്ഷണിക്കാൻ വന്നതാണ്. അതിന്റെ കൂടെ തന്നെ ഉമ്മാന്റെ കാലിന്റെ വിരൽ പൊട്ടിയ വിവരം അറിഞ്ഞപ്പോൾ ഉമ്മാനൊന്ന് കാണാനും കൂടെ വന്നതാണ്. കുറേ നേരം സംസാരിച്ചിരുന്ന് അവര് മടങ്ങി. ആ സമയത്ത് മുറ്റത്ത് ചാടിയ അപ്പൂസ് നേരെ ഓടിയത് കുഞ്ഞാമാൻ്റെ അടുത്തേക്ക്. അവിടുന്ന് കുറേ ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ച് ഇഡ്ഡലിയും ചട്നി ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതൊക്കെ എടുത്ത് കഴിച്ച് വന്നിട്ട് അപ്പൂസിനെ കുളിപ്പിച്ചുറക്കി ഞാനും ഒന്ന് ഉറങ്ങി. ചോറ് തിന്നാൻ വേണ്ടി എണീറ്റപ്പോൾ ചോറ് കഴിക്കാൻ തോന്നിയില്ല. അവിടെ ഉണ്ടായിരുന്നു പപ്പായ കട്ട് ചെയ്ത് വെച്ചത്, അതാണ് ഞാൻ കഴിച്ചത് കേട്ടോ. ഈവനിങ്ങിൽ അപ്പൂസിന് പുറത്ത് ചാടാനുള്ള പരിപാടിയിലാണ്. പിടിച്ചു വെച്ചപ്പോൾ നോക്ക് അതിർത്തിയിൽ നുഴഞ്ഞ് കയറുന്ന പോലെ കിടന്നുരുണ്ട് അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങാനുള്ള പരിപാടിയാണ്. കാരണം മറ്റൊന്നുമല്ല, ജുവി അബി സ്കൂൾ വിട്ട് വന്ന് സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പം അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അമ്മ അവനെടുത്തിട്ടേ ഒരു തരത്തിൽ മാനേജ് ചെയ്ത് മെല്ലെ നിർത്തുക. അപ്പോൾ കരച്ചിൽ കേട്ടപ്പോൾ കുഞ്ഞാമ്മ വന്നതാണ് അവനെടുക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ കഴിഞ്ഞ് ഉമ്മ നിസ്കരിക്കുന്ന സമയത്തെ അപ്പൂസും നിസ്കരിക്കുന്ന തിരക്കിലാട്ടോ. അപ്പൂസും ഉമ്മയും ഒരുമിച്ച് നിസ്കരിക്കും. അവനത് ശീലാവട്ടെ എന്ന് ഞാനും വിചാരിക്കും. അങ്ങനെ കുറേ കഴിഞ്ഞ് ഈവനിങ്ങിൽ മുറ്റത്ത് ഇറങ്ങിയിട്ട് കോഴിക്കളെ പിടിക്കുന്ന തിരക്കിലാട്ടോ. കോഴിക്കുട്ടികൾക്കും തന്നെ അവനെ കണ്ടാൽ ഭയങ്കര ഇഷ്ടമാണ്. ഒന്നിനെ പിടിച്ച് ഞാൻ കയ്യിൽ കൊടുത്തുട്ടോ. അതൊക്കെ കഴിഞ്ഞ് കുറേ സമയം കഴിഞ്ഞ് ഉപ്പ കാളനെ നടത്തിക്കുന്നതിൻ്റെ ഇടയിൽ ഞങ്ങളും അതിൻ്റെ കൂടെ അങ്ങനെ നടന്നു. അപ്പൂസിനും കാണും ചെയ്യാലോ. നടന്ന് പിന്നെ ഞങ്ങൾ ചെറിയപ്പൂൻ്റെ അവിടെ എത്തി. ചെറിയപ്പൂ നല്ല തേങ്ങ പൊളിക്കുന്ന തിരക്കിലാണ് കേട്ടോ. ഞങ്ങൾ ഇവിടെയാണെന്ന് അറിഞ്ഞപ്പോൾ റിച്ചും ജൂജും അതിനൊക്കെ ഇങ്ങോട്ട് വന്നു. ഇവിടെ എല്ലാവരും കൂടെ വന്നാൽ കുട്ടികളെ മാനേജ് ചെയ്യേണ്ട ഡ്യൂട്ടി സോണി. കുറേ സമയം കളിച്ച് മഗ്‌രിബ് ആഗോളം കളിച്ച് അതിന് പോയപ്പോൾ ഗേറ്റ് തുറന്ന കണ്ട അപ്പൂസ് പുറത്ത് ചാടാനുള്ള പരിപാടി. വീട്ടിലേക്ക് തിരിച്ചു പോവാന്ന് വിചാരിച്ചു കേട്ടോ. വീട്ടിലേക്ക് അധികം ദൂരമൊന്നുമില്ല, കുറച്ച് ഒരു കയറ്റം കയറിയാൽ മതി. പക്ഷെ അധികം വൈകണ്ടെന്ന് വിചാരിച്ചു. വീട്ടിൽ വന്ന് കുളിപ്പിക്കാനാണ് പ്ലാൻ ഉണ്ടായിരുന്നത്. കളി കഴിയാത്തതുകൊണ്ട് അവൻ കളിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇനി അപ്പൂസിനൊന്ന് മേലേകി ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ പോയി ഉറങ്ങും. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. അൽഹംദുലില്ലാ. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളായിട്ട് മറ്റൊരു വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം.